കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi, welcome to IGNO Focus 5.0. IGNO previous year question paper no ultimate analysis on your whole session. So in the session we are discussing the economics paper BECC 108. സോ ഈ ഒരു ഹോൾ സെഷൻ എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ TE പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള റെക്കറന്റ് ക്വസ്റ്റ്യൻസും അതിന്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഹോൾ ഗൈഡ് ലൈനിന്റെ റോഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഒബിയസ്ലി ഫസ്റ്റ് വൺ സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് ആയിട്ട് ടോപ്പിക്സ് സബ് ടോപ്പിക്സ് ആക്കിയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇമ്പോർട്ടന്റ് വൈസ് ആയിട്ട്. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിഫറെന്റ് എക്സാം ഫോർമാറ്റ് ഉണ്ട്. അതിന്റെ മാർക്കിംഗ് ട്രെൻഡ് ഫ്രം 22 ജൂൺ തൊട്ട് 25 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഫോർമാറ്റ്. അതുപോലെ തന്നെ റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂവും ഡിഫറെന്റ് കോർ ടോപ്പിക്സിന്റെ പ്രോബബിലിറ്റിയും ഡിസംബറിലോട്ടേക്കുള്ള ഒരു പ്രഡിക്ഷൻ അനാലിസിസും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഈ ഒരു ഹോൾ സെഷൻ എന്ന് പറയുന്നത് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ആണ്. ഈ ഒരു സെഷന്റെ എൻഡിൽ നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതെന്തായാലും നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. അതിന്റെ ആൻസറും മാർക്കിംഗ് സ്കീമും നമ്മൾ ലേൺവൈസിന്റെ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യുക. ഈ ഒരു ഹോൾ പ്രഡിക്ഷൻ അനാലിസിസ് നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 2 ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഫോളോഡ് ബൈ ബ്ലോക്ക് 3 ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ പാർട്ട് 2, ദെൻ മാർക്കറ്റ് ഫെയിലിയർ. ബ്ലോക്ക് 1 ജനറൽ ഇക്വിലിബ്രിയം ആൻഡ് വെൽഫെയർ. ഒരു തിമാറ്റിക് റെപ്രസെന്റേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ കാണാൻ പറ്റും യെല്ലോ ടോണിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഒരു കോംപ്രഹെൻസീവ് ടേബിൾ ഒന്ന് നോക്കാം. യൂണിറ്റ് വൈസ് അതിന്റെ ടോപ്പിക്സിൽ അപ്പിയറൻസസും അതിന്റെ റെലവൻസും ഹൈ ടു ലോ കാറ്റഗറിയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. ടോപ്പിക് എഡ്ജ്വർത്ത് ബോക്സ് കോൺട്രാക്ട് കർവ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവന്റ് ആണ്. ജനറൽ ഇക്വിലിബ്രിയം ഇൻ പ്രൊഡക്ഷൻ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവന്റ് ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വെൽഫെയർ തിയറം 0 അപ്പിയറൻസസ് ആണ്, യെറ്റ് ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന് ലോ റെലവന്റിലോട്ടേക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ കർവ് PVPF, ജനറൽ ഇക്വിലിബ്രിയം ഓഫ് എക്സ്ചേഞ്ച്, ഓവറോൾ എഫിഷ്യൻസി, പാരറ്റോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവന്റ് ആണ്. നെക്സ്റ്റ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻസ് 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം കാറ്റഗറിയാണ്. യൂട്ടിലിറ്റി പോസിബിലിറ്റീസ് 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. വാല്യൂ ജഡ്ജ്മെന്റ്സ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. മോണോപ്പൊളി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രൈസ് ഔട്ട്പുട്ട് 17 ടൈംസ് അപ്പിയർഡ് ആണ്, ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ബ്ലോക്ക് 2 ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ പാർട്ട് 1. ഡെഡ് ബൈ ക്ലോസ് ഇൻ മോണോപ്പൊളി 7 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറിയാണ്. നെക്സ്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ 4 ടൈംസ് അപ്പിയർഡ് ആണ്, ലോ കാറ്റഗറിയാണ്. 2 പാർട്ട് ടാരിഫ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. നാച്ചുറൽ മോണോപ്പൊളി 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. മാർക്കപ്പ് ഇലാസ്റ്റിസിറ്റി റിലേഷൻസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. ഷോർട്ട് റൺ വേഴ്സസ് ലോങ് റൺ ഇക്വിലിബ്രിയം 7 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറിയാണ്. നെക്സ്റ്റ് എക്സസ് കപ്പാസിറ്റി സോഷ്യൽ കോസ്റ്റ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. കമ്പാരിസൺ വിത്ത് മോണോപ്പൊളി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. അഡ്വർടൈസ്മെന്റ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ലോ കാറ്റഗറിയാണ്. കോർണോട്ട് റിയാക്ഷൻ കർവ് ഇക്വിലിബ്രിയം 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം കാറ്റഗറിയാണ്. ബെർട്രാൻഡ് ഇക്വിലിബ്രിയം പാരഡോക്സ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. സ്റ്റാക്ബർഗ് മോഡൽ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. കൊലൂഷൻ കാർട്ടൽസ് ഡോമിനന്റ് ഫേംസ് 0 അപ്പിയറൻസസ് ആണ്, ബട്ട് യെറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ലോ കാറ്റഗറിയാണ്. ഡോമിനന്റ് സ്ട്രാറ്റജീസ് എലിമിനേഷൻസ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. നാഷ് ഇക്വിലിബ്രിയം 11 ടൈംസ് അപ്പിയർഡ് ആണ്, സോ ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റ്റെൻസീവ് ഫോം സീക്വൻഷ്യൽ ഗെയിംസ് 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം കാറ്റഗറിയാണ്. പ്രിസണേഴ്സ് ഡിലമ 0 അപ്പിയറൻസസ് ആണ്, യെറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ലോ കാറ്റഗറിയാണ്. എക്സ്റ്റേണാലിറ്റീസ് 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം കാറ്റഗറിയാണ്. കേസ് തിയറംസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവന്റ് ആണ്. പബ്ലിക് ഗുഡ്സ് 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം കാറ്റഗറിയാണ്.
ഒപ്റ്റിമൽ പ്രൊവേഷൻ 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം കാറ്റഗറിയാണ്. ഫ്രീ റൈഡർ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. അഡ്വേഴ്സ് സെലക്ഷൻ ലെമോൺസ് 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. സിഗ്നലിംഗ് സ്ക്രീനിങ് 0 അപ്പിയറൻസസ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, സോ ലോ കാറ്റഗറിയാണ്. മോറൽ ഹെസാർഡ്സ് ലോ കാറ്റഗറിയാണ്. പ്രിൻസിപ്പൽ ഏഷ്യൻ പ്രോബ്ലംസ് ലോ കാറ്റഗറിയാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ തീംസും അതിന്റെ അപ്പിയറൻസസ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻ മൊണോപ്പൊളിയിലുള്ളത് 7 തവണ 17 ടൈംസ് അപ്പിയർ ആണ്, ഹൈ ഇമ്പോർട്ടൻസ് ആണ്. കോർണോട്ട് ഇക്വിലിബ്രിയം 8 ടൈംസ് അപ്പിയർ ആണ്, മീഡിയം കാറ്റഗറിയാണ്. ഡെഡ് വെയ്റ്റ് ലോസ് ഇൻ മൊണോപ്പൊളി 7 ടൈംസ് അപ്പിയർ ആണ്, മീഡിയം കാറ്റഗറിയാണ്. നേഷ് ഇക്വിലിബ്രിയം 11 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റ്റേണാലിറ്റീസ് അതിൽ 7 തവണ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, മീഡിയം കാറ്റഗറിയാണ്. ഇനി ഒരു എക്സാം പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എസ് എ ടൈപ്പ് ഒരു 20 മാർക്സിനോളം ചോദിച്ചു കാണാറുണ്ട്. 370 വേർഡ് ലിമിറ്റിലാണ് ചോദിക്കാറ്. ന്യൂമറിക്കൽ ഡെറിവേഷൻസ് 3 to 20 മാർക്സിന് 300 വേർഡ് ലിമിറ്റ്. ഡെറിവേഷൻസ് 6 to 20 മാർക്സ് 360 വേർഡ് ആണ്. ഷോർട്ട് നോട്ട്സ് 3 to 6 മാർക്സ് ആണ്, 120 വേർഡ്സ്. ടിപ്പിക്കലി MCQs ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ട്രൂ ഓർ ഫാൾസ് കേസ് സ്റ്റഡീസ് ഒന്നും ജൂൺ 22 ടുവാർഡ്സ് ചോദിച്ചു കണ്ടിട്ടില്ല. ന്യൂമറിക്കൽ ഡെറിവേഷൻസ് 10 to 20 മാർക്സിനാണ് സാധാരണഗതിയിൽ ചോദിച്ചു വരാറ്. സോ അതിന്റെ ഒരു ഡെപ്ത്, ഒരു കറക്റ്റ് ഫോർമുലാസ് സെറ്റപ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കണം. എസ്സേസ് അനലിറ്റിക്കൽ ടൈപ്സ് 12 to 20 മാർക്സിനാണ് ചോദിച്ചു കാണാറുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഡിഫറൻഷിയേറ്റ് കമ്പാരിസൺ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. ടിപ്പിക്കലി 6 to 20 മാർക്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്, 20 മാർക്സ് ആണ്. സോ അതിന്റെ കീ ഡിഫറൻസസും ഡെഫിനേഷൻസും ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യണം. ഇനി ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഷെയറും അതുപോലെ തന്നെ ട്രെൻഡും നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ജനറൽ ഇക്വിലിബ്രിയം ആൻഡ് വെൽഫെയർ 40% ടോട്ടൽ ഷെയർ ഉണ്ട്. ബ്ലോക്ക് 2 ഹൈലി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു, 37.20% ആണ് ടോട്ടൽ ഷെയർ, 42% ആവറേജ് സ്കോർ ഉണ്ട്. ബ്ലോക്ക് 3 ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ പാർട്ട് 2 26% ആണ് ടോട്ടൽ ഷെയർ. ബ്ലോക്ക് 4 മാർക്കറ്റ് ഫെയിലിയർ 21% ആണ് ടോട്ടൽ ഷെയർ. ഇനി നമ്മൾ ഡിഫറെന്റ് ബ്ലോക്സിന് അതിലൊരു ആവറേജ് ഷെയറിലോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2 37% ഷെയർ ഉണ്ട്, ബ്ലോക്ക് 3 26 ആണ്, ബ്ലോക്ക് 4 21 ആൻഡ് ബ്ലോക്ക് 1 14. സോ ഈ ഒരു റിലവൻസ് അനുസരിച്ചിട്ട് തന്നെ ഈ ഒരു സ്കെയിൽ നോക്കിയിട്ട് തന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് തീം സ്ട്രെസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ എക്സാം കുറച്ചുകൂടി ഈസി ആവും. ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഒരു അനലൈസ് ആണ് ഫ്രം 22 തൊട്ട് 25 ജൂൺ വരെയുള്ളത്. അതിനകത്ത് കാണാൻ പറ്റും നമുക്ക് കമ്പ്യൂട്ടേഷൻ ഒരു ഹെവി ഷിഫ്റ്റ് ന്യൂമറിക്കൽ ഡെറിവേഷന്റെ 70%-ൽ നിന്ന് 57%-ലോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് അതുപോലെ തന്നെ കുറച്ച് സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു 3 hours ഒരു എക്സാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, 100 മാർക്സിനാണ്. സോ ഒരു വേർഡ് ലിമിറ്റും സ്കോർ ലിമിറ്റും ടൈം ലിമിറ്റും അനുസരിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടോപ്പ് 10 റെക്കറന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. One, Carnot duopoly. Derive reaction curves and Carnot Nash equilibrium. QP profits, quantitative profits. 7 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഗെയിം തിയറി, ഡോമിനന്റ് സ്ട്രാറ്റജീസ്, നാഷ് ഇക്വിലിബ്രിയം, റൈറ്റ് എക്സ്റ്റൻസീവ് ഫോം, SPNE via backward induction 7 times appeared ആണ്. Price discrimination, markup elasticity 5 times appeared ആണ്. Externalities remedies 4 times appeared ആണ്. Welfare economies, social welfare functions types 4 times appeared ആണ്. Monopoly, compute profit maximizing price and output 3 തവണ appeared ആണ്. General equilibrium and efficiency 2 തവണ appeared ആണ്. അസിമെട്രിക് ഇൻഫോർമേഷൻസ് 2 തവണ അപ്പിയർഡ് ആണ്. പബ്ലിക് ഗുഡ്സ് അതിന്റെ ഡെഫിനിഷൻസും ക്യാരക്ടറിസ്റ്റിക്സും 2 തവണ അപ്പിയർഡ് ആണ്. 2 പാർട്ട് ഡ്രിഫ്റ്റ് ടാരിഫ് 2 പാർട്ട് ടാരിഫ് 2 തവണ അപ്പിയർഡ് ആണ്. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36 വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവ് ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിലെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി ഫ്രീക്വൻസി, ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണെങ്കിൽ കോർണർ ഡിയോപോളി ക്വസ്റ്റ്യൻസ് 14 ആണ് ആവറേജ് സ്കോർ. ഗെയിം തിയറി 9.4 ആണ് ആവറേജ് സ്കോർ. പ്രൈസ് ഡിസ്ക്രിമിനേഷനും മാർക്കപ്പ് ഇലാസ്റ്റിസിറ്റിയും 9% അല്ലെങ്കിൽ 9 ആണ് ആവറേജ് സ്കോർ. എക്സ്റ്റേണാലിറ്റീസ് ഇതിന്റെ റെമഡീസ് 40 പോയിന്റ് ചാൻസസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. വെൽഫെയർ എക്കോണമീസ് 13 ആവറേജ് സ്കോർ ഉണ്ട്. മൊണോപ്പൊളി 8 ആണ് ആവറേജ് സ്കോർ ആയിട്ടുള്ളത്.
General equilibrium and efficiency 20 ആണ് ഒരു average score. Highly important ആണ്. Asymmetric informations 16 ആണ് ഒരു average score. Public goods definition characteristics 16 ആണ് ഒരു average score. Two-part tariff 10 ആണ് ഒരു average score. നെക്സ്റ്റ് ഈ ഒരു പൈ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് June 22 തൊട്ട് June 25 വരെയുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് 74ഉം ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ PYQs നമ്മൾ സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാക്സിമം സ്കോർ തന്നെ കിട്ടും. സോ ഇതിനെങ്ങനെ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം. ആ ഒരു ഓരോ സ്ട്രക്ചറിനെ നന്നായിട്ട് അനലൈസ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് ഔട്ട്ലൈൻ ചെയ്തിട്ട് 12 മിനിറ്റ്സ് കൊണ്ട് എഴുതി തീർക്കുക. അങ്ങനെയാണ് ഒരു സ്കീം. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ഫോംസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക 2 തവണയെങ്കിലും ടീച്ച് ബാക്ക് മെത്തേഡ്സിലൂടെ. പിക്ചേഴ്സും അതിന്റെ ഓൾജിബ്രിക് പ്രൂഫും ഒക്കെ നന്നായിട്ട്, അതുപോലെ ഒരു ക്ലീൻ ഡയഗ്രാം ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കുക, എസ്പെഷ്യലി ഗ്രാഫ്സ് ഒക്കെ. പിന്നെ നമ്മുടെ പ്രോബബിലിറ്റി മെട്രിക്സ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പാർട്ട്. ഡിസംബർ ടിയിലോട്ടേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സം ടോപ്പിക്സിന്റെ ഒരു പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ടോപ്പിക്സ് നാഷ് ഇക്വിലിബ്രിയം ആണ്, 85 ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. എക്സ്റ്റെൻസീവ് ഫോം 85 ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. നെക്സ്റ്റ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻസ്, monopoly profit, short run versus long run equilibrium, comparison with the monopoly and perfect competition, Conant reaction curves and equilibrium. 71 chance ഉണ്ട്, high category തന്നെയാണ്. നെക്സ്റ്റ് ഒപ്റ്റിമൽ പ്രൊവിഷൻസ്, പബ്ലിക് ഗുഡ്സ്, എക്സ്റ്റേണാലിറ്റീസ്, ഡോമിനന്റ് സ്ട്രാറ്റജീസ്, ബർട്രാൻഡ് ഇക്വിലിബ്രിയം പാരഡോക്സസ്, നാച്ചുറൽ മൊണോപ്പൊളി, ഡെഡ് വെയ്റ്റ് ലോസ് ഇൻ മൊണോപ്പൊളി, വാല്യൂ ജഡ്ജ്മെന്റ്. 57 തവണ ഒരു 57 ചാൻസസ് ഉണ്ട്, പ്രോബിലിറ്റി ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. നെക്സ്റ്റ് ഹൈ കാറ്റഗറി എന്ന് പറയുമ്പോൾ 70% ചാൻസ് ഉള്ളതാണ്. നാഷ് ഇക്വിലിബ്രിയം, എക്സ്റ്റൻസീവ് ഗെയിംസും ഷോർട്ട് റൺ, ലോങ് റൺ ഇക്വിലിബ്രിയം ഒക്കെയാണ്. സോ ഒരു 1 പേജ് ഒരു മാസ്റ്റർ നോട്ട് നമ്മൾ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യണം. അതിനകത്ത് തന്നെ അതിന്റെ ഡെഫിനിഷൻസും കണ്ടീഷൻസും ഡയഗ്രാംസും ഇൻക്ലൂഡ് ചെയ്യിക്കണം. 2 തവണ അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മീഡിയം എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഡെഡ് വെയ്റ്റ് ലോസ് ഇൻ മൊണോപ്പൊളി, ബർട്രാൻഡ്, അതുപോലെ കോൺട്രാക്ട് കർവ് ഒക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആ ഒരു ടീച്ച് ബാക്ക് ഡ്രിൽ തന്നെയാണ് മെത്തഡോളജി. ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുക. ലോ കാറ്റഗറി ലെസ് ദാൻ 40% ചാൻസ് ഉള്ളതാണ്. ടു പാർട്ട് ടാരിഫ്, സ്റ്റാഫ് ബർഗ്, അഡ്വൈസ് സെലക്ഷൻ ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഒന്ന് സ്കിം ചെയ്യുക, ഒരു 1 വർക്ക്ഡ് എക്സാമ്പിൾ ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക, ഒരു ഡയഗ്രാം അറ്റാച്ച് ചെയ്തിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നന്നായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാർക്കിംഗ് സ്കീമും നിങ്ങൾ നന്നായിട്ട് നോക്കണം. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് വായിക്കാം. 3 hours ആണ് ടൈം. മാക്സിമം സ്കോർ 100 ആണ്. സെക്ഷൻ എ ആൻസർ എനി 2 questions. Okay, each question carries 20 marks. Section B answer any 4 questions. Each carries 12 marks. Section C answer both questions. Each question carries 6 marks. Section A answer any 2 questions. Each question carries 20 marks. Oligopoly. 2 firms produce homogeneous good. Market demand P is equal to 240 minus 2Q. അപ്പോൾ Q എന്ന് പറയുന്നത് Q1 plus Q2 ആണ്. Cost C1 is equal to 14Q1. C2 is equal to 20Q2. Derive each firm's reaction function and obtain the Carnot-Nash equilibrium output, price and profit. കണ്ടോ, Nash equilibrium ചോദിച്ചിട്ടുണ്ട്. Suppose firm's first marginal cost rise to 16. Others unchanged തന്നെയാണ്. Compare equilibrium output and industry price with part and provide brief economic interpretations. Monopoly with a third degree price discrimination. A monopolist serves segmented market with a inverse demands. P1 is equal to 19 minus 1.5 Q1 and P2 is equal to 70 minus 0.5 Q2. Technology C is equal to 10Q plus 400, where Q എന്ന് പറയുന്നത് Q1 plus Q2 ആണ്. Determine profit maximization of Q1, Q2, P1 and P2 and total profit under price discrimination. If a single uniform price must be set for both market, compute the optimal price and total profit, comment on welfare under the 2 regimes. Third question, public goods and optimal provisions are 2 consumers, A and B have a marginal willingness to pay non-rival public good, MWTPA is equal to 40 minus 2G and MWTPB is equal to 30 minus G. Constant marginal cost of provision MC, marginal cost is equal to 18 ആണ്. Use the Samuelson condition to find the efficient G. Illustrate your answer with a carefully labeled diagram. Diagram important ആണ്. Explain why private provisions led to under provisions led to G and discuss one feasible policy instrument to attain efficiency. Fourth one, general equilibrium, efficiency and welfare. Consider a pure exchange economy with the good XY and to consumer with smooth, strictly convex preferences. Using an Edgeworth box, derive the contract curve
and state the Pareto efficiency conditions for exchange. Contact curve ഇവിടെ ചോദിച്ചു. Briefly discuss the first and second welfare theorems and indicate how lump sum transfers can decentralize a Pareto efficient allocation. Section B ലെ answering ഈ 4 questions ആണ്. Each carries 12 marks. Bertrand versus Carnota. For market demand, P is equal to 120 minus Q. MC is constant ആണ്. So compute the Bertrand equilibrium അതുപോലെ compute the Carnot equilibrium. 6. Starkburg leadership with P is equal to 150 minus Q and identicate a constant P is equal to 30. Derive the Starkburg's leaders output and followers best response. Briefly compare total output under Starkburg with Carnot and explain the institution. Further, monopolistic, competitive, and excess capacity. Explain the short run versus long run equilibrium of a typical firm under monopolistic competition. Using a diagram, show why excess capacity arises in the long run and discuss its welfare implication. Two-part tariff. A single product firm with MC8 faces individual demands. Q is equal to 24 minus P and QB is equal to 18 minus 0.5. Design a two-part tariff and maximizes profit when participation from both consumers is required. Report the per unit price and fixed fees and profit. 9th, externalities and the cost perspective. A competitive industry generates a negative externality with a marginal external demand MED is equal to 6 plus Q. Private marginal cost is MCP is equal to 12 plus 2Q. Okay, private marginal cost, that is MCP. Demand is P is equal to 16 minus Q. Find the market and Pavlovian optimal output. Explain with a diagram how a Pavlovian tax or a bargaining can restore efficiency. 10th, game theory normal versus extensive form. Construct a 2 to normal form game in which no player has a dominant strategy. Okay, no player has a dominant strategy. That is the keyword, but a unique Nash equilibrium exists. Convert it to an extensive form with a player 1 moving first and identify the sub-game perfect equilibrium by backward induction. 11th one, adverse selection and screening. Using the market for use to smartphones as a context, explain how quality uncertainty can produce adverse selection and market unraveling. B, propose a screening contract that can sustain trade with positive average quality, justify with a clear information based arguments. Section C, answer both questions and each carries 6 marks. Write a short note on any of 2. Bergson-Samuelson social welfare function, national monopoly and average cost pricing. A grand utility possibility curve, constrained bliss, Pavlovian tax. Differentiate between any 2. 3 plus 3. Non-cooperative versus cooperative. Second, signaling versus screening. Third, first degree versus third degree. And fourth, marginal cost versus average cost. So, ഈ ഒരു predictive questions നിങ്ങൾ സീരിയസ് ആയി കണ്ടിട്ട് തന്നെ നമ്മുടെ ആപ്പിനകത്തുള്ള ആൻസേഴ്സും അതിന്റെ മാർക്കിംഗ് സ്കീമും ഒന്ന് ഗോ ത്രൂ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.